നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ബഹുമാനപ്പെട്ട CM അവர்களுக்கு, ബഹുമാനപ്പെട്ട മമ്മുക്ക അവர்களுக்கு, അമ്മ മനസ്സ് തങ്ക മനസ്സ് മമ്മുക്ക അവர்களுக்கும், പിന്നെ ഈ വേദിയിലിരിക്കുന്ന എത്രയോ പ്രമുഖരുണ്ട്, അവർക്ക് എല്ലാവർക്കും, മിനിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്നെ ഇത്രയും കാലം പ്രോത്സാഹിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങളെ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ അതൊരു വാക്ക്. അതോടൊപ്പം എനിക്ക് ഈ സന്തോഷത്തിലെ വാക്കുകൾ വരുന്നില്ല. ഏതായാലും നമ്മുടെ സർക്കാർ ഇത് ഇങ്ങനെ ഒരു ഇത് കാണിച്ചതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്തോ പറയണമെന്നൊക്കെ വിചാരിച്ചതാ. ഇനി കൂടുതൽ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എല്ലാവരെ കണ്ടതിൽ വളരെ സന്തോഷം. നന്ദി. മലയാളത്തിന്റെ അമ്മ മനസ്സിന് കേരളക്കരയുടെ മഹാപ്രണാമം. സോറി, ഒരു വാക്ക് പറയാനുണ്ട്. ഞാന് മലയാളി അല്ലാന്ന് പറയുന്നു. ഞാന് പകുതി മലയാളി പകുതി തെലുങ്ക്. അത് എങ്ങനെ? എൻ്റെ അമ്മയുടെ ഫാമിലി ഫ്രം കാലിക്കറ്റ്, മേനന്മാരാ. അവരെ മേനന്മാരാ. അവിടുന്ന് വന്നതായി ഈ ചോറ്, ഈ ബ്ലഡ്. അതുകൊണ്ട് പകുതി തെലുങ്ക് പകുതി മലയാളം. പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മലടിയെ പിള്ള പെറിക്കും പോലെ. ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസവിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ത്രീയെ പ്രസവിപ്പിക്കും പോലെ പ്രയാസകരമായ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ഇത് പറയാറ്. എടേ, ആ മലടിയെ പിള്ള പെറിയിക്കും പോലെയാണ്ടാ ഈ കാര്യം ഞാൻ സാധിച്ചെടുത്തത് എന്ന് പറയുന്നത്. 32ാമത് JC ഡാനിയൽ പുരസ്കാരം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശാരദാമ്മയ്ക്ക് നൽകി ആദരിച്ചു സർക്കാർ. 32 വർഷം വേണ്ടി വന്നു 3 ഉർവശി അവാർഡ് നേടിയ, അതിൽ 2 മലയാളത്തിൽ നേടിയ ശാരദാമ്മയ്ക്ക് ഒരു JC ഡാനിയൽ അവാർഡ് കിട്ടാൻ 32 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ജൂനിയേഴ്സായ ആരെല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന് ആലോചിച്ചൊക്കെ, അർഹതപ്പെടാത്ത ആരെല്ലാം വാങ്ങിയെന്ന്. എന്നോട് ഗണേശൻ പറഞ്ഞ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഉമ്മൻചാണ്ടി സാറിനെ മൂത്രം ഒഴിക്കാൻ പോലും സമ്മതിക്കില്ല, അതിനകത്ത് കയറി നിന്ന് ശുപാർശ ചെയ്തവന്മാരുണ്ടെന്നാണ് എന്നോട് ഒരിക്കൽ ഗണേശൻ പറഞ്ഞത്. എത്ര തവണയായിട്ട് നമ്മൾ ശാരദാമ്മയുടെയും P. സുശീലാമ്മയുടെയും S. ജാനകിയുടെയും ഒക്കെ പേരുകൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ പറയുന്നു. JC ഡാനിയൽ അവാർഡ് ഇവർക്ക് 3 പേർക്കും കൊടുക്കണം. അർഹതപ്പെട്ടവരാണ്, പ്രായാധിക്യമുള്ളവരാണ്, അസുഖമുള്ളവരാണ്, അവർക്ക് കൊടുക്കണം, അത് അനർഹർക്ക് കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ വരുന്ന ജൂണിൽ ശാരദാമ്മയ്ക്ക് 81 വയസ്സാവും. 81 വയസ്സ് ആലോചിച്ച് നോക്കിയേ. കാഴ്ച തീരെ പോയി, കാലുകൾക്കാണെങ്കിൽ ശക്തിയില്ല, പരസഹായമില്ലാതെ എണീറ്റ് നിൽക്കാൻ പോലും ആകില്ല. എണീക്കണമെങ്കിൽ 2 പേര് പിടിക്കണം. എന്നിട്ടും ശാരദാമ്മ അവാർഡ് ദാനത്തിൻ്റെ തലേന്നേ വന്ന് ഹോട്ടലിൽ താമസിച്ച് വിശ്രമിച്ച് പിറ്റേന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം വാങ്ങിച്ചു. ഭംഗിയായിട്ട് മലയാളത്തിൽ സംസാരിച്ചു. എൻ്റെ അമ്മ കോഴിക്കോട്ടുകാരിയാണ്, മേനോത്തിയാണ് എന്ന് ശാരദാമ്മ പറഞ്ഞു. അച്ഛൻ തെലുങ്കൻ. എന്നെ ഒരു അന്യഭാഷക്കാരിയായി നിങ്ങൾ കാണരുത്, ഞാൻ മലയാളി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മമ്മുക്ക എന്നാണ് മമ്മൂട്ടിയെ അഭിസംബോധന ചെയ്തത്.
രാപ്പകലിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള പാട്ടിൻ്റെ ആദ്യത്തെ 2 വരി പാടി ചേച്ചി മമ്മൂട്ടിയുടെ നെഞ്ചിൽ തലവെച്ച് നിന്ന് കുറച്ചു നേരം. എന്താണെന്നറിയില്ല, ഒരു വാത്സല്യം. MG സാറ് ഏതൊരു ചടങ്ങിന് വന്നിട്ട് കണ്ടില്ലേ, മമ്മൂട്ടിയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നു, അത് ആസ്വദിച്ച് ചിരിച്ച് അദ്ദേഹം നിന്നു. അതുപോലെ തന്നെ ശാരദാമ്മ തലവെച്ചപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിന്നു. മലയാളി അർഹിക്കുന്ന യാത്രയപ്പ് നൽകി നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രിക്ക് എന്ന് അഭിമാനിക്കാം നമുക്ക്. ഞാൻ ഉറപ്പ് പറയുന്നു, ഇനി ശാരദാമ്മയ്ക്ക് തിരുവനന്തപുരത്ത് വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. തിരുവനന്തപുരത്ത് നിന്നല്ല, കോഴിക്കോട്ടും കേരളത്തിലും പോകാൻ കഴിയില്ല. അത്രയും അവശയാണ് ശാരദാമ്മ. അവർക്ക് ജീവിതത്തിൻ്റെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് JC ഡാനിയലിൻ്റെ പേരിൽ മലയാളത്തിൽ സിനിമ രംഗത്തുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് അവർക്ക് വാങ്ങാനായി. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ പരമ മോശമായി പോയനെ എന്ന് ഞാൻ പറയും. പകരം വല്ല വായി നോക്കികൾക്കോ എർത്തുകൾക്കോ ഈ പുരസ്കാരം നൽകിയിരുന്നെങ്കിൽ ആ ശോഭ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്ത് പത്മ അവാർഡിൻ്റെ വില കളഞ്ഞ പോലെ ആയിപ്പോയനെ ഏതെങ്കിലും ഒരു വായി നോക്കിക്ക് JC ഡാനിയൽ അവാർഡ് കൊടുത്തെങ്കിൽ. JC ഡാനിയൽ പുരസ്കാരം ഇത്തവണ നമുക്ക് വാങ്ങാമെന്ന് വായിൽ വെള്ളം ഇരുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. ശാരദാമ്മയ്ക്ക് കൊടുത്തതിനെ അവർ പോലും പുച്ഛിക്കാനിടയില്ല. എനിക്ക് തരാതെ ആ സ്ത്രീക്ക് കൊടുത്തോ എന്ന് ചോദിക്കില്ല. കാരണം അവർ അർഹതപ്പെട്ടതാണ്. ശാരദാമ്മയെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന നിരവധി പേരെ കേരളത്തിൽ എനിക്കറിയാം. തിരുവനന്തപുരത്ത് വേണ്ട, പേര് പറയുന്നില്ല, സ്വന്തം അമ്മയെ പോലെ ബെഡ്റൂമിൽ പോലും ശാരദാമ്മയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു വലിയ മനുഷ്യനെ എനിക്കറിയാം തിരുവനന്തപുരത്ത്. ഒരു ദിവസം എൻ്റെ വീട്ടിൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു ചെല്ലാം എന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ പോകാൻ പറ്റിയില്ല. അങ്ങനെ ശാരദാമ്മയെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് എറണാകുളത്തുകാരൻ ഒരു ഗോപാലകൃഷ്ണൻ. പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് അതൊന്നും അറിയാതെ നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ശാരദാമ്മയെ പറ്റിയുള്ളൊരു പ്രോഗ്രാം വന്നിരുന്നല്ലോ, അവരെ പറ്റി ഞാൻ പറയുന്നത്. അതായത് പറഞ്ഞിരുന്ന എമൗണ്ടിൻ്റെ ഇരട്ടി വാങ്ങിക്കളഞ്ഞു ശാരദാമ്മ എന്നൊക്കെ തമ്പി സാർ പറഞ്ഞതിനെതിരെ ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അത് JC ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്നായിപ്പോയത് യാദൃച്ഛ്യമാണ്. ഞാൻ കണ്ടിട്ടില്ലാത്ത ഗോപാലകൃഷ്ണൻ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഫോണിലൂടെ ശാരദാമ്മയ്ക്ക് ഓരോരോ വരികളായി പറഞ്ഞു കൊടുത്തു. അമ്മയ്ക്കൊരു താരാട്ട് വർക്ക് തീർത്തപ്പോൾ എനിക്ക് വൈൻ സമ്മാനമായി തന്നതൊക്കെ ശാരദാമ്മ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഞാനിത് പ്രോഗ്രാമിൽ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ അതിശയം. ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചു. നമുക്ക് ഒരു 6-6:30 മണിയാകുമ്പോഴേ നമുക്ക് 3 പേർക്കും കൂടി ഫോണിൽ സംസാരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരുപാട് സന്തോഷമാണ്, സംസാരിക്കാം. 6:15 ആയപ്പോൾ ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചു. ഞങ്ങൾ സംസാരിച്ച ശേഷം ശാരദാമ്മയ്ക്ക് കണക്ട് ചെയ്തു. എന്താ സന്തോഷമാണെന്നറിയാം അവർക്ക്. ദിനേശ്, ആ വൈനിലെ ആൽക്കഹോൾ ഇല്ല. ഇത്തരം വൈൻ പതിവായി കഴിച്ചാൽ രക്തം ശുദ്ധിയാവും, കവിളൊക്കെ ചോക്കും, കഴിക്കണമായിരുന്നു ദിനേശ് എന്നെല്ലാം പറഞ്ഞു. കവിളൊക്കെ ചോക്കുന്നുണ്ട്. ശാരദാമ്മ സമ്പന്നമായ ഒരു ചിരി ഇരിച്ചു. 25-ാം തീയതി അവാർഡ് വാങ്ങാൻ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് കാണണം, സിന്ധുവിനെയും കൂട്ടണം എന്ന് ശാരദാമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചെല്ലാമെന്ന് ഉറപ്പും കൊടുത്തു. കാലം പലതിനും കണക്ക് പറയുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അമ്മയ്ക്കൊരു താരാട്ടിൽ അഭിനയിക്കാൻ ചോദിച്ച തോയ്ക്ക് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ശാരദാമ്മ അതിൻ്റെ ഇരട്ടി വാങ്ങി എന്നൊക്കെ തമ്പി സാർ പറഞ്ഞത് ഞാൻ ആ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. അതേ തമ്പി സാറും നടി ഉർവശിയും സംവിധായകൻ ബാലുഹിരിത്തും അടങ്ങിയ കമ്മിറ്റിയാണ് ഈ വർഷത്തെ അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഇത്തവണത്തെ അവാർഡ് ശാരദാമ്മയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ശ്രീകുമാരൻ തമ്പി സാർ അധ്യക്ഷനും ഉർവശിയും ബാലുഹിരിത്തും കൂടെ ചേർന്നാണ്. സത്യസന്ധമായി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അതൊക്കെ വെറുതെയാണ്. അവരെ 3 പേരെയും ഒപ്പിട്ട് വാങ്ങിക്കും. മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞാണ് ഇന്ന ആൾക്കാണ് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഒന്ന് ഒപ്പിട്ട് വരൂ എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്ത് അതിൻ്റെ DA ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കാണും. അത്രേ നടന്നിരിക്കുള്ളൂ. P. സുശീലാമ്മയ്ക്ക് ശബരിമലയിൽ വന്ന് ഹരിവരാസനം അവാർഡ് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജാനകി അമ്മയ്ക്ക് നമ്മൾ അർഹിക്കുന്ന ഒന്നും കൊടുത്തിട്ടില്ല. അടുത്ത വർഷം JC ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ആ പേരുകാരിയാകട്ടെ പുരസ്കാര ജേതാവ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല അവശയാണ്. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു അത്താണി എന്ന് പറഞ്ഞ മകനായിരുന്നു അയാൾ. ഈ അടുത്ത കാലത്ത് അറ്റാക്ക് വന്ന് മരിച്ചു. ഏകാഗിയായി ശാരദാമ്മയുടെ വാർദ്ധക്യകാലം. ഭർത്താവും മരിച്ചു. ആ മഹതിക്ക്
JC ഡാനിയൽ പുരസ്കാരം വാങ്ങിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. ഹരിവരാസന അവാർഡ് വാങ്ങിച്ചതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സുശീലാമ്മയെ മറക്കാം. അടുത്ത വർഷത്തെ അവാർഡ് ജാനകി അമ്മയ്ക്ക് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ JC സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലർ നമ്മുടെ സെറ്റിലേക്ക് വരുമ്പോൾ ഒരു സൂര്യ വെളിച്ചം വരുമ്പോൾ തോന്നും. പോസിറ്റീവ് എനർജി ആയിരിക്കും ചിലർ വന്നിറങ്ങുമ്പോൾ. ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. നമുക്ക് അവരോടൊപ്പം വർക്ക് ചെയ്യാൻ ഉത്സാഹമായിരിക്കും. അത്തരത്തിൽ ഒരാൾ ആര് എന്ന് JC സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഗണേശൻ എന്നായിരിക്കും ഉത്തരം. അത് 100% ശരിയാണ്. കാരണം രാവിലെ ഗണേശൻ കാറിൽ വന്നിറങ്ങുമ്പോൾ ഏതെങ്കിലും അടുത്തുള്ള അമ്പലത്തിൽ പോയ കറുത്ത കുറിയോ ചന്ദന കുറിയോ ഒക്കെ ഇട്ട് വന്നിറങ്ങിയാൽ സുസ്മേരവദനായി അവിടെ നിൽക്കുന്നവരുടെയൊക്കെ തോളിൽ തട്ടി തമാശകളൊക്കെ പറഞ്ഞിട്ടേ പ്ലീസിങ് ആയിട്ട് മാത്രമേ സെറ്റിലേക്ക് കയറൂ. വേറെ ചിലരുണ്ട് നെഗറ്റീവ് മാത്രം പ്രസരിപ്പിക്കുന്ന കൂട്ടം. ഒന്ന് പോയി തന്നെ എന്ന് അറിയാതെ നമുക്ക് പറയാൻ തോന്നും ഇവരോട്. അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് വിടുന്നവരെ പറ്റിയും JC സാർ എന്നോട് 1-2 പേരുടെ പേര് പറഞ്ഞു. ഞാനത് പറയുന്നത് ശരിയല്ല. ഞാനപ്പം നിന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചു. ഗണേശൻ്റെ കാര്യം JC സാർ പറഞ്ഞത് 100% ശരിയാണ്. അയാൾ എപ്പോഴും പോസിറ്റീവായിട്ട്, നമ്മൾ മന്ത്രിയുടെ ക്യാബിനിൽ ചെന്നാലും അതെ, മന്ത്രിയുടെ ഭാരമൊന്നുമില്ലല്ലോ, ചിരിച്ചുകൊണ്ട് സംസാരിക്കും, തമാശകൾ ഇഷ്ടം പോലെ പറയും. എന്നോട് ഇത്തരം ഒരാളെ, പരിചയമുള്ള ഒരാളെ പറയാൻ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ഹാസ്യ നടിയായി മാറിയ പ്രിയങ്കയും ഇത്തരക്കാരിയാണ്. ഞാൻ തടിയങ്ക എന്നാണ് വിളിക്കുന്നത്. പ്രിയങ്കയും ഇതുപോലെയാണ്. നല്ല പോസിറ്റീവായിട്ട് എല്ലാവരോടും പ്ലീസിങ് ആയി പെരുമാറുന്ന നടിയാണ്. പ്രിയങ്ക വന്നാൽ സെറ്റ് മുഴുവൻ അറിയും. ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് സംസാരിക്കും. കൂടെ വരുന്ന പ്രിയങ്കയുടെ അമ്മ കുറേ അമ്പലങ്ങളിൽ കയറി ദൈവങ്ങളുടെ പ്രസാദവുമായിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് അത് സെറ്റിലുള്ളവർക്കെല്ലാം കുറി തൊടാനായി കൊടുക്കും. എൻ്റെ വലയത്തിൽ വലിയൊരു വേഷം ചെയ്ത അഭിനേത്രിയായിരുന്നു പ്രിയങ്ക. പ്രിയങ്ക അടുത്തിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രിയങ്ക പറയുന്ന തരത്തിലായാൽ ഇവിടെ പകുതി വിവാഹ മോചന കേസുകൾ കുറയും എന്ന് എനിക്ക് തോന്നി. ഇവിടെ പെണ്ണിനായി മാത്രം സംസാരിക്കുന്നു. ആണിനെ നൊന്ത് പ്രസവിച്ച ഒരമ്മ ഉണ്ടാവില്ലേ? ഒരു കുറ്റവാളിയായ മനുഷ്യൻ കുറ്റവാളി അല്ല എന്ന് തെളിയിച്ചു വരുന്നതുവരെ ആ അമ്മയുടെ വേദന ആര് സഹിക്കും? അതായത് ഇപ്പം എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ദിലീപിൻ്റെ കാര്യം തന്നെ എടുക്കാം. 8 വർഷം ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ വാടകയ്ക്ക് ചട്ടമ്പിമാരെ എടുത്തു എന്ന് പറഞ്ഞ അയാളെ പറ്റി പറയാവുന്നതും പറയാൻ പാടില്ലാത്തതുമായ എന്തെല്ലാം പറഞ്ഞു. അയാളുടെ വീട്ടുകാരെ പറഞ്ഞു. എന്നിട്ട് കോടതി പറഞ്ഞു ഒരു തെളിവും അയാളുടെ പേരിൽ ചാർത്താനില്ല, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഈ 8 വർഷക്കാലം തള്ളയ്ക്ക് വിളിച്ചവന്മാർ എന്ത് മറുപടി പറയും? ഭാര്യ ഒരു സ്ത്രീയല്ലേ എന്നാണ് പ്രിയങ്ക ചോദിക്കുന്നത്. കള്ളക്കേസിൽപ്പെടുന്ന ഒരാൾ കുറ്റവാളിയല്ല എന്ന് തെളിയിച്ചു വരാൻ ചുരുങ്ങിയത് 20 വർഷമാകും എന്നാണ് പ്രിയങ്ക പറയുന്നത്. അയാൾക്കൊരു മോനുണ്ടെങ്കിൽ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു വരുന്ന 20 വർഷം, അല്ലെങ്കിൽ ഒരു മോളുണ്ടെങ്കിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്ന ട്രോമ ആരറിയുന്നു എന്നാണ് പ്രിയങ്ക ചോദിക്കുന്നത്. പ്രശസ്തയായ ഒരു ഫെമിനിസ്റ്റിൻ്റെ കുടുംബത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അമ്മ ഉണ്ടാവില്ല, അച്ഛനുണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, മകൻ ഉണ്ടാവില്ല, മിക്കവാറും ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകൾക്ക് എന്നാണ് പ്രിയങ്ക പറയുന്നത്. എന്നെപ്പോലുള്ളവർ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കും പോലെ തന്നെ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെയും സ്നേഹിക്കും. ചെറിയൊരു പക്ഷമായ ഫെമിനിസ്റ്റിൻ്റെ വാക്കുകൾ കേൾക്കരുത്, ഇതാണ് പ്രിയങ്കയുടെ നിലപാട്. തലയിൽ കണ്ണട വെച്ച സിനിമയിലെ ഫെമിനിസ്റ്റുകളുടെ സംഘടന പടവലങ്ങിയ പോലെ താഴേക്ക് വളരുന്നത് പ്രിയങ്കയെ പോലെ ചിന്തിക്കുന്നവർ സിനിമയിൽ കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. MTയെ കരിവാരി തേക്കാനും തന്തയില്ലാത്ത കുട്ടിയെ ജനിപ്പിക്കാനും മമ്മൂട്ടിയെ പോലെ മാന്യമായി ജീവിക്കുന്നവരെ തെറി പറയാനും വീട്ടിലെന്ത് നടക്കുന്നു നാട്ടിലെന്ത് നടക്കുന്നു എന്ന് ചിന്തിക്കാത്തവരെയും ആരംഗീകരിക്കാൻ പ്രിയങ്ക? ഇവിടെയാണ് പ്രിയങ്കമാരുടെ പ്രസക്തി എന്ന് ഞാൻ പറയും. ഇങ്ങനെ തന്നെ പോണം പ്രിയങ്ക. കാരണം ഇവിടെ ഈ ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടങ്ങൾ പറയുന്ന വർത്തമാനം കേട്ടാൽ രാവിലെ കുളിച്ച് കുറിയിട്ട് ചന്ദന കുറിയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത് പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനാണ് ആണുങ്ങൾ എന്നുള്ള രീതിയില്ല. എല്ലാ ആണുങ്ങളെയും അടച്ചല്ലേ പറയണേ. കുറച്ച് പേരെ അങ്ങനെ ബോറന്മാരുള്ളൂ എന്ന് ഒരു ബോധം പോലും ഇല്ലല്ലോ. എന്നാൽ മറുവശത്ത് ഇതിനേക്കാൾ മോശമായ
കൂതറകളുണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നുമില്ല. അവിടെയാണ് പ്രിയങ്കയുടെയൊക്കെ പ്രസക്തി എന്ന് ഞാൻ പറയും. അടുത്ത കഥ, ഉള്ളതുപോലെ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണുന്നവരുണ്ട്. ഞാനിപ്പോൾ രാഷ്ട്രീയ മെമ്പർഷിപ്പ് ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാനിപ്പോൾ ഫെഫ്കയിലും ടെലിവിഷൻ പെട്ടേണിറ്റിലും അംഗത്വമില്ലാത്ത സിനിമാക്കാരനാണ്. എല്ലാത്തിൽ നിന്നും ഞാൻ രാജിവെച്ച് പോയതാണ്, അല്ലാതെ ഒരിടത്തുനിന്ന് എന്നെ പുറത്താക്കിയതല്ല. നമ്മുടെ ചാനലിൽ ഇവരെക്കുറിച്ചൊക്കെ നല്ലതും ചീത്തയും ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അംഗത്വം ഒരു വിലങ്ങ് തടിയാകരുത്, ആ പക്ഷക്കാരനാണ് ഞാൻ. പിണറായിയുടെ ആദ്യ മന്ത്രിസഭാ കാലത്ത് ഞാൻ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഒരു ഡയറക്ടറായിരുന്നു. 5 വർഷക്കാലം എൻ്റെ കാറിൽ ഒരു ബോർഡ് വയ്ക്കാനായി എന്നതിനപ്പുറം ഒരു ഗുണവും അതുകൊണ്ട് എനിക്കുണ്ടായില്ല. അർഹതപ്പെട്ട ചിലർക്ക് ക്ഷേമനിധിയിൽ അംഗത്വം വാങ്ങി നൽകി, ചിലർക്ക് ചികിത്സാ ചെലവ് വാങ്ങിക്കൊടുക്കാനായി. അത്രയൊക്കെ നടന്നു എന്നുള്ളതിനപ്പുറം ഈ 5 വർഷക്കാലം ഇരുന്ന സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ ഡയറക്ടർ എന്നുള്ള പദവി എനിക്കൊരു പുല്ലും നേടിത്തന്നിട്ടില്ല. അവിടെ ഇരിക്കുമ്പോൾ സിനിമാ മന്ത്രിയായ AK ബാലനെ നിരവധി തവണ ഞാൻ വിമർശിച്ചു നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ തോന്നി സിനിമാ മന്ത്രിയുടെ കീഴിലുള്ള ക്ഷേമനിധിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിൽ ഒരു ശരികേടുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നി. രാജിവെച്ചാൽ അതൊരു വാർത്താക്കോളത്തിൽ പെടും, സർക്കാരിനെയും അത് അവഹേളിച്ച മാതിരിയാവും. ആ ഇടതുപക്ഷക്കാരനായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ദിനേശ് രാജിവെച്ചു ഈ സർക്കാരിനോടുള്ള വിയോജിപ്പ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊടുപ്പും തൊങ്ങലും വെച്ച് ചെയ്ത് കളയും. ഒന്നാമത് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന്, സിന്ധുവിനെ കൊണ്ടുവന്ന് ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ നിൽക്കുമ്പോൾ ശാന്തിയുള്ള ദിനേശിനെ അറസ്റ്റ് ചെയ്തു എന്ന് എഴുതിയ മലയാള മനോരമയുടെ ചാനലുള്ള നാടാണ്. എൻ്റെ മകൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ മലയാള മനോരമയുടെ ചാനൽ വയ്ക്കുകയില്ല. മോൻ നോക്കുമ്പോൾ റോളിങ് പോവുക, ശാന്തിയുള്ള ദിനേശിനെ അറസ്റ്റ് ചെയ്തു ശബ്ദം വിറ്റ് ജീവിക്കുന്ന സ്ത്രീയുടെ പരാതിയിൽ. അവൻ അവിടെ എന്നെ വിളിച്ച്, അച്ഛ എവിടേക്കുന്നു? ഞാൻ പറഞ്ഞു ഇവിടെ ഹോമിയോ ഡോക്ടറെ അടുത്ത്. അല്ല, അച്ഛനെ അറസ്റ്റ് ചെയ്തെന്ന് എഴുതി കാണിക്കുന്നു. ഒരു തിരുത്ത് പോലും ഈ ദ്രോഹികൾ കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മൗനിയായി, ക്ഷേമനിധിക്കെതിരെ ഒന്നും പറയുകയോ ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ AK ബാലനെ പരമാവധി പറയാതെ മൗനിയായിരുന്നു 5 വർഷം. 2 വർഷം ഞാൻ ആ കമ്മിറ്റിക്ക് പോലും പോകാതെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പം 3 വർഷം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പറയാമെന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കളികൾ കാണുമ്പോഴാണ്. കിറ്റെക്സ് എന്ന കമ്പനിയുടെ ശതകോടീശ്വരനായ സാബു, കിറ്റെക്സ് സാബു എന്ന് പറയുമല്ലോ, എന്ന മുതലാളി തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി 2020 എന്ന പാർട്ടി ഉണ്ടാക്കി. 2 പഞ്ചായത്തുകളും പിടിച്ചു. ഇലക്ഷന് നിന്നപ്പോൾ നമ്മളെ മരിച്ചുപോയ ശ്രീനിവാസനും എൻ്റെ സിനിമയിലെ നായകനായ ലാലൊക്കെ പോയിരുന്നു. ഇനി സാബു ആണ് കേരളം ഭരിക്കുന്നതെന്നുള്ള വിചാരത്തിൽ ഭയങ്കര പ്രചരണമായിരുന്നു. കെട്ടിവെച്ച പൈസ കിട്ടിയെന്ന് സംശയമാണ്. 2 പഞ്ചായത്തും പിടിച്ചു, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ED വരുന്നു ഡൽഹിയിൽ നിന്ന്. ED എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ്. കണക്ക് കൊണ്ടുപോവാ സാബു എന്ന് ED പറയുന്നു. സാബു മുതലാളി തൻ്റെ അക്കൗണ്ടന്റിനെ അയച്ചു. ED അത് അംഗീകരിച്ചില്ല. സാബു ബാ എന്നായി ED. ഫെമയടക്കം, അതായത് വിദേശ നാണയ ചട്ട ലംഘനമടക്കം കുറ്റങ്ങളുണ്ട് എന്ന് ED പറഞ്ഞു. ED പറയുന്ന ആ കുറ്റം വലിയ കുറ്റമാണ്, കാരണം ഭയങ്കര ഫൈനൊക്കെയാണ്. നമ്മുടെ പണം വിദേശത്ത് കടത്തിയ കുറ്റമാണ് ഫെമ. 100 കോടി കടത്തിയാൽ 5 ഇരട്ടി, അതായത് 500 കോടി ഫൈൻ അടിക്കും. അതാണ് ED ചെയ്യുന്നത്. സാബു തൻ്റെ ഒറ്റയാൾ പാർട്ടിയെ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയിലെത്തിച്ചു. പ്രശ്നം അതോടെ തീർന്നു. ഇനി ED ഒന്നും ആ ഏരിയ ചെല്ലില്ല, അത് തീർന്നു. കാരണം പുള്ളി ആ മുന്നണിയിൽ അങ്ങ് ചേർന്നു. ഇനി EDയും KDയും ഒന്നും തിരക്കി വരില്ല. അതാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഈ വഴിയെയാണ് തമിഴ് താരം വിജയ് അഭിനയിക്കുന്ന ജനനായകനോടുള്ള കളി. പൊങ്കൽ റിലീസിനായി ചിത്രം തീർത്തു, സെൻസറിങ്ങിന് കൊടുത്തു. സെൻസർ സർട്ടിഫിക്കറ്റ് എന്താണോ അതങ്ങ് കൊടുക്കുന്ന സിംഗിൾ ബെഞ്ച്, മദ്രാസിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാനാണ് ജസ്റ്റിസ് PT ആശ ഉത്തരവിട്ടത്. സെൻസർ ബോർഡ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഈ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. വീണ്ടും വാദം കേൾക്കാൻ സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെ അയച്ചു. അതായത് ജസ്റ്റിസ്
PT ആശയുടെ ബെഞ്ചിലേക്ക് തന്നെ അയച്ചു. ആശ വിധി പറഞ്ഞ കേസിന് ഒന്നുകൂടെ നിങ്ങൾ ചുമ്മാ ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞ് ഹൈക്കോടതി അങ്ങോട്ട് തട്ടിയിട്ടു. എന്തിനാ തിരിച്ചയച്ചത്? റിലീസിങ് നീട്ടുക. അതിനിടയിൽ മോനെ വിജയ, നീ ഒറ്റയ്ക്ക് അങ്ങനെ ആളാകണ്ട, വാ വന്ന് ഞങ്ങളുടെ കൂടെ ചേര് എന്നുള്ള ബാർഗൈനിങ്ങിന് വേണ്ടിയാണ് ചേർത്തതെന്നുള്ള ഒരു ഉറപ്പാണ്. ഞങ്ങളെ കൊണ്ട് സ്റ്റാലിനെ ഒതുക്കാൻ കഴിയില്ല. നീ കൂടെ വന്നാൽ സംഭവം എളുപ്പമാവും. ഓക്കെ എന്ന് പറഞ്ഞാൽ നിന്റെ ജനനായകൻ പിറ്റേന്ന് തിയേറ്ററിൽ കളിക്കാം. ഇതിനെയൊക്കെയാണ് ഞാൻ പറയാറുള്ളത് പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സെൻസർ ബോർഡ് UA സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ജഡ്ജി പറഞ്ഞിട്ട് അവർ ഹൈക്കോടതിയിൽ പോയി അതിനെ തള്ളിയിട്ടു. എന്താ കാരണമെന്ന് പറയണ സെൻസർ ബോർഡെ? ജനനായകൻ തിയേറ്ററിൽ കളിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും അതിലുണ്ടോ? വയലൻസ് ഉണ്ടോ? സെക്സ് ഉണ്ടോ? ഇവിടെ മറ്റേ പാൽപ്പായസമൊക്കെ എടുക്കുമ്പോൾ വല്ലതും തുണിമണി ഇല്ലാത്തതുണ്ടോ? എന്താണെന്ന് പറ. മതസ്പർദ്ധ വളർത്തുന്നുണ്ടോ? രാഷ്ട്രീയക്കാരെ കളിയാക്കുന്നുണ്ടോ? ഇതൊന്നും പറയുന്നില്ല കേട്ടോ. ഒരക്ഷരം മിണ്ടില്ല. ഊമ നിൽക്കും പോലെ കോടതി ചെന്ന് നിൽക്കും സെൻസർ ബോർഡ്. നേരെ മറിച്ച് വിജയ് ഒരു പ്രസ്താവന ഇറക്കുകയാണ്, ഞാൻ NDA മുന്നണിയിലേക്ക് വരാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പടം റിലീസ് ചെയ്യാം. അപ്പോൾ സ്വയം പര്യാപ്തതയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ പോലെയുള്ള ഒരു ബോഡിയാണ് സെൻസർ ബോർഡെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാലാട്ടികളായി അതപ്പതിച്ചു പോയിരിക്കുന്നു. അടുത്ത കഥ, നിറകുടം തുളുമ്പില്ല എന്നാണ് പറയാറ്. നിറകുടം തുളുമ്പില്ല. കഴിഞ്ഞ 2 ദിവസത്തെ പ്രവൃത്തികൾ കണ്ടപ്പോൾ നിറകുടം തുളുമ്പില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കേരള സ്റ്റോറി എടുത്ത് ഈ നാടിനെ നാറ്റാൻ ശ്രമിക്കുന്നവന്മാരും അവരെ പിന്താങ്ങുന്നവന്മാരും 2 പടം തികച്ച് ഓടും മുമ്പ് ജാടത്തെണ്ടികളാവുന്നവരും കണ്ടു പഠിക്കേണ്ട കാഴ്ചകളായിരുന്നു ഈ 2 ദിവസവും എനിക്ക് കാണാനായത്. ഷോ, ആരെ പറ്റിയാ പറയുന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. സാക്ഷാൽ മമ്മൂട്ടിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. 2 ദിവസം അദ്ദേഹം 2 ദിവസം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ കുളിർമഴ പെയ്യിച്ചു എന്ന് ഞാൻ പറയും. അസുഖത്തിൽ നിന്നും അത്ഭുതകരമായി അതിജീവിച്ച മലയാളിയുടെ മഹാനടൻ കൂടുതൽ വിനയാന്വിതനും വിശാലഹൃദയനുമായതുപോലെ തോന്നി 2 ഫംഗ്ഷനുകൾ കണ്ടപ്പോൾ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകുന്ന ചടങ്ങിലേക്ക് വരുന്നു. മുണ്ടും ജുബയാണ് വേഷം. സ്റ്റേജിൽ കയറാതെ താഴെ വന്നപ്പോൾ മന്ത്രി പൊക്കിയെടുത്ത് മുകളിലാക്കി. ആദ്യം സ്റ്റേജിൽ കയറിയിടം കാണുന്നത് ശാരദാമ്മയെ. ശാരദാമ്മയുമായി 6 വയസ്സിൻ്റെ വ്യത്യാസമേ മമ്മൂക്കയ്ക്കുള്ളൂ. പക്ഷേ അവർ തമ്മിലുള്ള കെമിസ്ട്രി ഒരു അമ്മ മകൻ ബന്ധമാണ്. മുഖ്യമന്ത്രി നോക്കി നിൽക്കെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന് പാടിക്കൊണ്ട് ശാരദാമ്മ മമ്മൂക്കയുടെ നെഞ്ചിൽ ആശ്വാസം കൊള്ളുന്നത് കണ്ടപ്പോൾ വല്ലാത്ത ഇഴയെടുപ്പം തോന്നി കാണികൾക്ക്. അവരെ പിടിച്ചിരുത്താനും പിടിച്ചെണീപ്പിക്കാനും അദ്ദേഹം കാണിച്ച മനസ്സ് അഭിനന്ദനം അർഹിക്കുന്നതായി. ഇവിടെ ഒന്നുകൂടി പറയണം, അധികം ആരോടും അടുത്ത് ഇടപഴകാത്ത നമ്മുടെ മുഖ്യമന്ത്രി ശാരദാമ്മയ്ക്ക് ചാർത്തിയ നേരിയത് താഴേക്ക് ഊർന്നു വീണപ്പോൾ അത് വലിച്ചിട്ട് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുന്ന കാഴ്ചയും അഭിനന്ദനം നൽകേണ്ടതായിരുന്നു. പിണറായി അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹം ആ മടക്കിയ നേരിയത് തോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഊർന്നു വീണപ്പോൾ അതിനെ എടുത്ത് നേരെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ബാക്കി മന്ത്രി ശിവൻകുട്ടി ചെയ്യുന്നുണ്ട്. സദസ്യരോടും മമ്മൂക്ക തൻ്റെ ആഹ്ലാദം പങ്കുവച്ചത് നന്നായി എന്ന് ഞാൻ പറയും. മികച്ച നടൻ്റെ പുരസ്കാരം വാങ്ങാൻ വരുമ്പോഴേക്കും അദ്ദേഹം പത്മഭൂഷൺ മമ്മൂട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന മുസൽമാനാണ് സിനിമാക്കാരനായി മാറിയ ശേഷം മമ്മൂട്ടി. ആ പതിവ് അദ്ദേഹം ഒരിടത്തും തെറ്റിക്കില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണെങ്കിൽ എത്ര ദൂരം കാർ ഓടിക്കേണ്ടി വന്നാലും ലൊക്കേഷനിൽ നിന്നും കാറ് പറത്തി അദ്ദേഹം പോവും. കൂട്ടിന് ശ്രീരാമൻ എന്ന ഹിന്ദുവിനെയോ മുസ്ലിങ്ങളായ നടന്മാരെയോ കൂട്ടും. നൊയമ്പ് പിടിക്കുന്ന അടക്കം. ഞാൻ അദ്ദേഹത്തെ കേരളത്തിലേക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം നൊയമ്പ് കാലത്താണ് ധർത്തിപുത്രൻ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ രാവിലെ പങ്കജിൻ്റെ മുന്നിൽ ഞാൻ ചെല്ലും, പങ്കജിൽ നിന്ന് കൂടെ കയറും, ജയിലിൽ ചെല്ലും. ഉച്ചയ്ക്ക് അദ്ദേഹം കുളിച്ച് നിസ്കരിക്കാനായിട്ട് പോകുമ്പോൾ പാളയം പള്ളിയിൽ പോകാനായിട്ട് വരുമ്പോൾ എന്നെ കൊണ്ടുവന്ന് സ്റ്റാച്യൂവിൽ വിടുമായിരുന്നു 5 ദിവസം. അപ്പോൾ നൊയമ്പ് പിടിക്കുന്ന അടക്കം എല്ലാം ചെയ്യും. ഉംറയ്ക്ക് ഭാര്യയോടൊപ്പം പോയി. ആ വലിയ മനുഷ്യൻ ചെയ്തൊരു
സത്പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അദ്ദേഹത്തോട്. എറണാകുളത്തെ പ്രശസ്തമായ എറണാകുളത്തപ്പൻ എന്ന് ഭക്തർ വിളിക്കുന്ന മഹാശിവക്ഷേത്രത്തിലെ മഹാ അന്നദാനം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ആഹാരം വിളമ്പുകയും ചെയ്തത് ഇത്തവണ മമ്മൂട്ടിയാണ്. ആ അമ്പലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ദിലീപിനെ അതിൻ്റെ കൂപ്പൺ എന്തോ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ട് പിന്നെ മാറ്റിക്കളഞ്ഞു. അതുപോലെ ആ അമ്പലത്തിൽ തന്നെ മമ്മൂക്കയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ സദ്യ കൊടുക്കുന്ന ആൾക്കാർക്കെല്ലാം അന്നദാനം നടത്തുന്നതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിക്കുകയും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ഒരുപാട് പേർക്ക് അദ്ദേഹം സദ്യ വിളമ്പുകയും ചെയ്തു. മമ്മൂക്ക നിലവിളക്ക് കൊളുത്തുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബിനെയാണ് ഞാൻ ഓർത്തത്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നിലവിളക്ക് കൊളുത്താനുള്ള ചെറിയ വിളക്ക് നീട്ടിയപ്പോൾ പന്തം കണ്ട പെരിച്ചായിയെ പോലെ കക്ഷി പിറകോട്ട് മാറി. അത് ഹറാമാണ്, ഞാൻ കൊളുത്തൂല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. കലർപ്പില്ലാത്ത മുസൽമാനായ മമ്മൂക്ക ഒരു മടിയും കൂടാതെ ആ ചടങ്ങിന് വിളക്ക് കൊളുത്തുന്നത്, ഹൈന്ദവ ക്ഷേത്രത്തിൽ ചെന്ന് വിളക്ക് കൊളുത്തുന്നത് കണ്ടപ്പോൾ അഹിന്ദുക്കൾക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ചില അമ്പലങ്ങളിൽ വായുവെങ്കിൽ എഴുതി വയ്ക്കാറുണ്ട്. പക്ഷേ എറണാകുളത്തപ്പന് ആ പ്രശ്നമൊന്നുമില്ല. അയ്യപ്പനെ പോലെ തന്നെ വിശാല ഹൃദയനാണ്. മമ്മൂക്ക വന്നു, അദ്ദേഹത്തെ ആർഭാടത്തോടെ സ്വീകരിച്ചു. അദ്ദേഹം നിലവിളക്ക് കൊളുത്തി, എന്നിട്ട് ആഹാരം വിളമ്പി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ, മലയാളി. ഈ കേരള സ്റ്റോറി എടുക്കുന്ന പൊട്ടന്മാർക്കൊന്നും ഇത് മനസ്സിലാവില്ല. എന്തായാലും മമ്മൂക്ക ചെയ്ത ആ സത്പ്രവൃത്തി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അടുത്ത കഥ, ന്യൂസ് യു എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ യാദൃശ്യമായിട്ടാണ് എനിക്ക് ആരോ അയച്ചു തന്നെ. മുൻഷിയിലെ പ്രധാന കഥാപാത്രങ്ങളെ ഓർമ്മപ്പെടുത്തും പോലെ ബോൾഗാട്ടി ധർമ്മജൻ ചിത്രീകരിച്ച ഒരു ബൈറ്റ് കാണാനിടയായി. ഈ ന്യൂസ് യു എന്ന് പറഞ്ഞ ചാനലിന് ഇദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തു. ശ്രീകൃഷ്ണനെ പോലെ മീശയൊക്കെ എടുത്ത് നീല ഉടുപ്പൊക്കെ ഇട്ട് കാർ വർണ്ണനായി നിന്ന് ഒരു ബൈറ്റ് കൊടുത്തു. മുൻഷിയിൽ ആരോ ചാടി വന്നതാണെന്നേ തോന്നുന്നു അത് കണ്ടാൽ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണടയൊക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നു ധർമ്മജൻ. നല്ല നീല ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. മീശയൊക്കെ എടുത്ത് ചുവന്ന കുറിയൊക്കെ അടിച്ച് ഒരു കണ്ണടയും ഫിറ്റ് ചെയ്ത് ധർമ്മജൻ തൻ്റെ രോഷം തീർക്കുന്ന ഒരു ബൈറ്റാണ്. കേട്ടു തുടങ്ങിയപ്പോഴേ അറിയാം ഹരീഷ് കണാരനോടുള്ള ധാർമ്മിക രോഷം തീർക്കുന്നതാണ് വിഷയം. സോഷ്യൽ മീഡിയയിലൂടെ അല്ല കടം മേടിച്ച പൈസ ചോദിക്കേണ്ടതെന്നും, പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് നേരിട്ട് വന്ന് പറഞ്ഞു തീർക്കണമെന്നും, സോഷ്യൽ മീഡിയയിലൂടെ അല്ല ഒരാളെ ആക്രമിക്കേണ്ടത് എന്നും, സോഷ്യൽ മീഡിയയിലൂടെ അല്ല ഞാൻ നിങ്ങൾക്ക് തന്ന 10 രൂപ മടക്കി ചോദിക്കേണ്ടത്. എനിക്ക് 10 രൂപ തരാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കും. ആ കാശ് തന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി. അപ്പം തന്നെ വീട്ടിൽ ചെന്ന് അങ്ങനെ ചോദിച്ചാൽ പൈസ കിട്ടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് തീർക്കാനായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അവനോട് പറഞ്ഞത്. ഏവനോട്? ഹരീഷ് കണാരനോട്. അവൻ അനുസരിച്ചില്ല. അവനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, എന്നാൽ ഇനി അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നാണ് ബോൾഗാട്ടി ധർമ്മജൻ പറയുന്നത്. ധർമ്മജൻ്റെ രോഷം ഹരീഷ് കണാരനോടാണ്. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. ധർമ്മജ, കാശ് പോയവൻ്റെ വിഷമം തനിക്ക് മനസ്സിലാകില്ലായിരിക്കും. കാശ് തനിക്കൊരു പ്രശ്നമല്ലായിരിക്കാം. കാശ് കൊടുക്കാനുള്ളവൻ താങ്കളുടെ സുഹൃത്തുമായിരിക്കും. നിങ്ങൾക്ക് ഹരീഷ് കണാരനുമായി എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ കടം വാങ്ങിയവനെ വിളിച്ച്, കടം വാങ്ങിയവനെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാദുഷയെ വിളിച്ച് ആ കാശങ്ങ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാം, അവൻ്റെ വീട് പണി നടക്കുകയല്ലേ എന്ന് പറയണം ധർമ്മജൻ. പകരം ലോക്കൽ ചട്ടമ്പിയെ പോലെ ഞാൻ അവനെ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഇത് നമ്മൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞതാണ്, അവൻ അനുസരിച്ചില്ല എന്നൊക്കെയുള്ള ഡയലോഗ് താങ്കൾ അടിക്കുന്നതും ഏതോ യൂട്യൂബിൽ ഞാൻ വേറെയും കണ്ടു. യൂട്യൂബിലൂടെ അപമാനിച്ച് കളഞ്ഞത്രേ. ആര്? കടം വാങ്ങിച്ചവൻ തിരിച്ചു കൊടുക്കാത്തത് പറഞ്ഞത് അവനെ അപമാനിച്ചെന്ന്. എടാ, വാങ്ങിച്ച കടം കൈനീട്ടി വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ? കടം വാങ്ങിയ പൈസ തന്നില്ല എന്ന് പറഞ്ഞു കളഞ്ഞത്രേ. സുഹൃത്തിനോട് അത്ര ദണ്ണം തോന്നിയെങ്കിൽ ഒരു ഫാമിലി ടൂറിന് ചിലവാക്കുന്ന കാശല്ലേ വരൂ. ധർമ്മജ, ഞാൻ തരാം ആ കാശ്, ഇനി അവനോട് ചോദിക്കണ്ട എന്ന് പറയുന്നതാണ് കയ്യടി കിട്ടാൻ പറ്റിയ ഡയലോഗ്. അത് ധർമ്മജൻ പറയുന്നില്ല. ഡേയ് ഹരീഷ് കണാര, അല്ലെങ്കിൽ ഹരീഷ് കണാര, ഇനി മേലാൽ
ആ പൈസ ബാദുഷയോട് ചോദിക്കണ്ട കേട്ടോ. ഞാനും ബാദുഷയും കുടുംബങ്ങളുമായി ടൂർ പോകാറുണ്ട്. അതിന് വാരിക്കളയുന്ന ലക്ഷങ്ങളില്ലടാ ഇത്. ആ 20 ലക്ഷം ഞാൻ തന്നേക്കാം എന്ന് ധർമ്മജൻ പറഞ്ഞിരുന്നെങ്കിൽ ധർമ്മജൻ ഒരു കറയറ്റ കോൺഗ്രസ്സുകാരനും ആയിരുന്നേനെ, വലിയ നേതാവും ആയനെ, നല്ല കയ്യടിയും കിട്ടിയനെ. കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവനും ന്യായം ഒരു പക്ഷം പിടിച്ച് പറയുന്ന ധർമ്മജനും യൂട്യൂബിൽ കയറി യഥേഷ്ടം കണാരനെ അല്ലെങ്കിൽ ഹരീഷ് കണാരനെ കളിയാക്കാം, വധിക്കാം. കാശുപോയ ഹരീഷ് കണാരൻ അക്കഥ പറയാൻ പാടില്ല. അതെന്ത് നീതി, അതെന്ത് ധർമ്മം എന്നാണ് എനിക്ക് ധർമ്മജനോട് ചോദിക്കാനുള്ളത്. കടം കൊടുത്തിട്ട് തന്നില്ലേൽ നേരിട്ട് വന്ന് പറയണം അത്രേ. എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസ തന്നില്ലല്ലോ എന്ന് അയാളെ ബാദുഷരെ വീട്ടിൽ ചെന്ന് പറയണമെന്ന് ഹരീഷ് കണാരെ. അല്ലാതെ യൂട്യൂബിൽ പറയില്ലെന്നാണ് പറയണേ. ആരോട് പറയണമെന്ന് ധർമ്മജൻ പറയുന്നില്ല. ധർമ്മജനോടാണോ പറയേണ്ടത് എന്നെനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിലൂടെ അല്ല ആക്രമിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഹരീഷ് കണാരൻ ഒരിടത്തും സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ ആക്രമിച്ചിട്ടില്ല. എന്നാൽ ബാദുഷ പറഞ്ഞ മറുപടികളിൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ബോറാണ് ധർമ്മജ നിങ്ങൾ പറയുന്നതിൽ നല്ലൊരു ആക്രമണ മൊനയുണ്ട്. ഞാൻ നിങ്ങൾക്ക് 10 രൂപ തരാനുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായം ധർമ്മജ? നിനക്ക് 10 രൂപ തന്നിട്ട് നീ പറഞ്ഞ സമയത്ത് തിരിച്ചു തരാതിരുന്നാൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ചോദിക്കണമെന്ന് പറയുന്നത് കടന്ന കൈയായിപ്പോയി. അല്ലാതെ കടം വാങ്ങിയാൽ മാന്യനാണെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നല്ലേ ധർമ്മജൻ സാറ് പറയേണ്ടത്. പക്ഷെ അത് പറയുന്നില്ല. അടുത്ത കഥ. ദിവസവേതനക്കാരായി എടുത്തവരും ഡെപ്യൂട്ടേഷനിൽ വന്നവരും കൂടി മന്ത്രി അടക്കമുള്ളവരുടെ പാദപൂജ നടത്തി സ്വന്തം വയർ നിറയ്ക്കുന്ന ഒരു സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന്. 10 വർഷമൊക്കെയാണ് ഇപ്പോൾ ദിവസവേതനക്കാർ കയറിയിരിക്കുന്നത്. പിന്നെ ഇവിടെ PSC എംപ്ലോയ്മെൻ്റ് ഒന്നും വേണ്ടല്ലോ. മിക്കവാറും ഏതാണ്ട് എല്ലാവരും അക്കാദമി ചെയർമാന്മാരുമാണ്. അല്ലാതെ പിയൂണും ഡ്രൈവറും ക്ലർക്കും മാനേജരും ഒന്നുമല്ല. എല്ലാവരും അക്കാദമി ചെയർമാന്മാരാണ്. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര അക്കാദമി നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ, സിനിമാ അവാർഡ് ദാനം മുതലായവ ഒരു പരിപാടിക്കും ഞാനിപ്പോൾ പോകാറില്ല. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഞാൻ പോകാറില്ല. കാരണം അവർ എന്നെ ക്ഷണിക്കാറുമില്ല, ഞാൻ പോകാറുമില്ല. നമ്മളെ അവരങ്ങ് എഴുതി തള്ളി. ഇനി കോൺഗ്രസ് വരണം, എനിക്കിവിടെയൊക്കെ പോകണമെങ്കിൽ. അവർക്ക് പറ്റിയ കുറേ അമ്മച്ചിമാരെയും അവരെ കണ്ടാൽ മുണ്ടഴിച്ചിടുന്ന സാറേ സാറേ എന്ന് വിളിച്ച് നടക്കുന്ന സ്ഥിരം മുഖങ്ങളുമാണ് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് മുൻനിരയിരിക്കാനും ചലച്ചിത്ര ഫിലിം ഫെസ്റ്റിവലിൽ പാസും കെട്ടി തൂക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് നടക്കാനും ഇവർ കൂട്ടുന്നത്. ഇത്തവണ എനിക്ക് വിളിക്കാതെ തന്നെ അവാർഡ് ദാനം നടക്കുന്ന നിശാഗന്ധിയിൽ പോകേണ്ടി വന്നു. മറ്റൊന്നിനുമല്ല, ശാരദാമ്മയെ നേരിക്കാണാൻ. ഞാനവിടെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. എനിക്കെന്തോ ഹോട്ടലിൽ പോയി കാണേണ്ട ആവശ്യമായി അവർ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ കയറി ചെല്ലുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട ശാരദാമ്മ, ഞാൻ ഫെസ്റ്റിവൽ നടക്കുന്ന അവാർഡ് ദാനം നടക്കുന്ന നിശാഗന്ധി ചെല്ലാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പുറപ്പെടും മുമ്പേ പറഞ്ഞ വാക്കായിരുന്നു അത്. അല്ലാതെ തിരുവനന്തപുരത്ത് വന്നിട്ടല്ല പറഞ്ഞത്. ഹൈദരാബാദിൽ നിന്ന് തിരിക്കും മുമ്പ് തന്നെ എന്നോട് ഉറപ്പ് ശട്ടം കെട്ടി സിന്ധുവിനെയും കൊണ്ട് എന്നെ കാണാൻ പറഞ്ഞു. കാണേണ്ടത് ദിനേശിനെ എനിക്ക് കാണണം, ഒപ്പം സിന്ധുവിനെയും കാണണം എന്നോട് സ്നേഹപൂർവ്വം അവർ പറഞ്ഞു. വീൽ ചെയറിലിരുന്ന് ശാരദാമ്മ വന്നപ്പോൾ തന്നെ സ്റ്റേജിൻ്റെ പുറകിലെ ഗ്രീൻ റൂമിൽ ചെന്ന് ഞാൻ അവരെ കണ്ടു. കുറച്ച് കുശലങ്ങൾ പറഞ്ഞു. വിശദമായി ഞാൻ വിളിച്ചോളാം എന്നേറ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഭയങ്കര തിരക്ക്, ഫോട്ടോഗ്രാഫർമാരും സിനിമാക്കാരും ഒക്കെ ആയിട്ട്. CM വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്ഥലം വിട്ടു. ശാരദാമ്മ വരും മുൻപ് കണ്ട 2 കാഴ്ചകളെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ വരുന്നത്. അവാർഡ് ജേതാക്കൾ ഓരോരുത്തരായി വരികയാണ്. അതാ വരുന്നു മഹാകവി വേടൻ എന്ന് പറയാൻ പാടില്ല, മഹാകവി വേടൻ സാർ. കറുത്ത വേഷം, കറുത്ത കണ്ണട, മറ്റേ കറുപ്പിട്ട ബോഡി ഗാർഡുകൾ 10 അലവലാദികൾ മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ. അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടിരുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യമായിട്ടും അജോയ്, നിങ്ങളെനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളിങ്ങനെ നിലവാരം താരരുത് എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് ആ കാഴ്ച കണ്ടപ്പോൾ. ഒരു എന്താ പറയുക, വയലാറിനെയും വയൻവിയും ഇങ്ങനെ കൊണ്ടുവരില്ല, ഷീമർദ്ദൻ സാറിനെ ഇങ്ങനെ കൊണ്ടുവരില്ല, അങ്ങനെ ആനയിച്ച് കൊണ്ടുവരികയാണ് വഴി. ഇതാ ഇതിലേ വരൂ എന്ന് പറഞ്ഞ് അജോയ് ചന്ദ്രൻ കൊണ്ടുവരണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി. അജയ് ചന്ദ്രൻ, ഇനി നിങ്ങളെല്ലാം അളിയന്മാരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരാഴ്ച മുമ്പ് എറണാകുളം കാക്കനാട് കോടതിയിൽ ചെന്ന് 11 വയസ്സുകാരിയായ, അണ്ടർലൈനിട്ട് ഞാൻ വീണ്ടും പറയാണ്, പക്ഷേ ഇത് ഇവിടുത്തെ ഒരു പത്രങ്ങളും ഒരു ചാനലുകളും കൊടുത്തില്ല എന്നുള്ളതാണ്.
11 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയതിന് ജാമ്യമെടുത്ത ആളാണ് ഈ മഹാകവി. പിറ്റേന്ന് എടപ്പാളിലെ കോടതിയിൽ ചെന്ന് 31 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിനും ജാമ്യമെടുത്ത മഹാകവിയെ KV മോഹൻകുമാറും വിവേകാനന്ദൻ നായരും ഡോക്ടർ ശിവകുമാറും ഒക്കെ ഇരുന്ന കസേരയിൽ ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന സെക്രട്ടറി പത്രം ഒന്നും വായിക്കാറില്ല എന്ന് തോന്നുന്നു. പത്രം വായിക്കുന്നതിന് മന്ത്രിയെ സോപ്പിട്ട് നടന്നാൽ പോരെ എന്നായിരിക്കും അജയ് ചന്ദ്രൻ്റെ വിശ്വാസം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലുള്ള അലവലാദികളെ ഇങ്ങനെ ക്ഷണിച്ച് വരൂ വരൂ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്. മറ്റൊരു കാഴ്ച, ചലച്ചിത്ര അവാർഡടക്കം ചലച്ചിത്ര അക്കാദമി നടത്തുന്ന എല്ലാ ഫംഗ്ഷനുകളും നിന്ന് ഭംഗിയായി നടത്തേണ്ട ആളാണല്ലോ കാലാകാലങ്ങളിൽ അക്കാദമിയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന ആരായാലും, അതിപ്പോൾ പ്രിയദർശനായാലും ആരായാലും നമ്മൾ ഓരോരുത്തരായിട്ട് പറയണ്ട, അവരാണ് നിന്ന് നടത്തേണ്ട നടത്തിപ്പുകാർ. ഇത്തവണ ഒരു ചെറിയ മാറ്റം വന്നു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയും പോലെ ഒരു ഗസ്റ്റ് ആയിട്ടായിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ വരവ്. ഇവിടെ നടന്നതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന ഭാവം മുഖത്ത്. തൻ്റെ സ്ഥിരം ജാക്കറ്റൊക്കെ ഇട്ട് ഭാര്യാസമേതം വന്നു. കൃത്യസമയമായപ്പോൾ, അവാർഡ് കൊടുക്കാൻ സമയമായപ്പോൾ വന്നു. എന്നിട്ട് തൻ്റെ പേരെഴുതിയ, തനിക്കും ഭാര്യയ്ക്കും ഇരിക്കാനുള്ള പേരെഴുതി ഒട്ടിച്ച കസേര തപ്പി നടക്കുന്നു. ആര്? റസൂൽ പൂക്കുട്ടി. എനിക്ക് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും വിശിഷ്ട അതിഥികളും അവാർഡ് ജേതാക്കളും ഒക്കെ വരുമ്പോൾ റിസീവ് ചെയ്യേണ്ട അക്കാദമി ചെയർമാൻ പ്രോഗ്രാം തുടങ്ങാൻ സമയമായപ്പോൾ എവിടുന്നോ കുറ്റിയെ പറിച്ച് വരുമ്പോലെ വന്നിട്ട് എനിക്കിരിക്കാനുള്ള കസേര എവിടെയെന്ന് നോക്കണം. സദസ്സിൽ ആളുകൾ ഇരിക്കുന്നതിനിടയിലെല്ലാം ഇങ്ങനെയൊക്കെ നോക്കണം. എവിടെ റസൂൽ പൂക്കുട്ടി എന്ന് എവിടെ എഴുതിയിരിക്കണം? എനിക്ക് തോന്നിയത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സിനിമാക്കാരനാണ് പൂക്കുട്ടി തൻ്റെ പേരെഴുതിയ കസേര അന്വേഷിച്ച് നടക്കുന്ന കാഴ്ച എനിക്ക് കാണിച്ചു തന്നത്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിരിച്ചെങ്കിലും എനിക്ക് തോന്നി മോരും മുതിരയും പോലെ അക്കാദമിയുമായിട്ടും അല്ലെങ്കിൽ സർക്കാരുമായിട്ടും റസൂൽ പൂക്കുട്ടിക്ക് പൊരുത്തപ്പെടാനാകുന്നില്ല എന്ന് തോന്നുന്നു. ഏത് സമയവും മിക്കവാറും രാജി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നതെന്ന് പുള്ളി അറിയുന്നില്ല. ഞാൻ മുമ്പ് ഇങ്ങനെ ഒരാളെ ഇത്രയും കഴുപ്പണം കെട്ടതായിരുന്നില്ല. പ്രിയദർശനാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പുള്ളി ഇതുപോലെ തന്നെ ഫെസ്റ്റിവലിന് വരുമ്പോൾ മദ്രാസിൽ നിന്ന് വന്ന് ഇറങ്ങും, പത്രസമ്മേളനം നടത്തും, ടവർ തിരിലൊക്കെ കറങ്ങി നടക്കും. എന്തൊക്കെ നടക്കുന്നു, ആരൊക്കെ വെട്ടി, ആരൊക്കെ പറ്റിച്ചു ഒന്നും അറിയാറില്ല. അതിൻ്റെ 100 ഇരട്ടിയാണ് പൂക്കുട്ടി കസേര അന്വേഷിച്ച് നടക്കുന്നത് എനിക്ക് തോന്നി. ഒരു കഥ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാന നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവളെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണും പിള്ള അറിഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജൻറ്റന്മാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കുമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ
എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ലല്ലോ. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്കെത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെ ആയിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേർ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ളതല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? അപ്പം നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട്, അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.